ഹായ്, വിൻസ് ഗില്ലിഗന്റെ പൊറിബസ് എപ്പിസോഡ് 2-3 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2-3 ഒരുമിച്ച് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ഇതിൽ വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ ഈ വൈറസ് അഫക്റ്റ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് നമ്മുടെ ലോകം എങ്ങനെ ഏത് രീതിയിൽ മാറി എന്നുള്ള കാര്യമാണ് ഈ 2 എപ്പിസോഡിലും പറയുന്നത്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടാകുമ്പോഴത്തേക്ക് വിചാരിച്ചത് സെക്കൻഡ് എപ്പിസോഡ് കുറച്ചുകൂടി ടെറിബിൾ ആയിരിക്കും, എന്തോ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. സെക്കൻഡ് എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മൊറോക്കോയിലെ മറ്റാണ്. ഒരു ലേഡി, ഇവര് കുറെ ഡെഡ് ബോഡീസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. ഈ റോഡിലൊക്കെ വീണ് കിടക്കുന്ന ആൾക്കാരെ, അതായത് മരിച്ച് വീണ് കിടക്കുന്ന ആൾക്കാർ ഡെഡ് ബോഡി എല്ലാം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സീനോട് കൂടിയിട്ടാണ് എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പിസോഡ് 2-ന്റെ സെൻട്രൽ ക്യാരക്ടർ അവിടെ കാരോലിനാണ് കേട്ടോ, റൈറ്റർ കാരോലിൻ. അപ്പോൾ ഇവരുടെ ഫ്രണ്ട് ഹെലന്റെ ഡെഡ് ബോഡി അടക്കം ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പുതുതായിട്ടൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പൈറേറ്റഡ് ലേഡി എന്നാണ് ഇവരെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നീട് ആ ക്യാരക്ടറിന് ഒരു പേരും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സോസിയ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ ഈ സോസിയയുടെ ഇൻട്രൊഡക്ഷൻ, അപ്പോൾ ഞാൻ വിചാരിച്ചത് സെക്കൻഡ് എപ്പിസോഡ് കൂടിയിട്ട് ഈ ബാക്കിയുള്ള ആൾക്കാർ, അതായത് ഈ വൈറസ് അഫക്ട് ചെയ്ത ആൾക്കാരെല്ലാം കൂടി കാരോലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. നിർബന്ധിച്ച് അവരെ പോലെ തന്നെ ആക്കും, അതായത് ഈ സോംബി ആക്കി മാറ്റുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും, അതായത് ഈ വൈറസ് അഫക്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഈ കാരോലിനെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ കരോലിനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവരുടെ മനസ്സ് മാറ്റി ഇവരെ പോലെ സോംബിയാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അത് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. വേറെ എക്സ്ട്രാ അജണ്ടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. അവരുടെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം വളരെ സ്ട്രൈറ്റ് ആണ്, അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ് എന്ന് മാത്രമല്ല, ചെറിയ കുട്ടികൾ വരെ ലോകത്തെ കുറിച്ചിട്ടും മറ്റുള്ളവരെ കുറിച്ചിട്ടൊക്കെ എല്ലാവരെ കുറിച്ചും വ്യക്തമായ ഐഡിയ ഉണ്ട്. എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ സയൻസിനെ കുറിച്ച്, ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു എൻസൈക്ലോപീഡിയ പോലെ നടക്കുന്ന ആൾക്കാരാണ്. എന്ന് മാത്രമല്ല, ഇവർക്ക് ഈ ലോജിക്ക് എന്ന സാധനമൊന്നുമില്ല, മനസ്സിലല്ലേ? ലൈക്ക് ഇപ്പൊ നമ്മൾ ഈ എയോടൊരു കാര്യങ്ങൾ ചോദിക്കില്ലേ, എന്തിനെ കുറിച്ച് വേണമെങ്കിലും അവർ പറയും, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരുകയും ചെയ്യും. അങ്ങനെയാണ് ബാക്കി വൈറസ് അഫക്ട് ചെയ്ത ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാരോലിൻ എന്ന് വെച്ചാൽ കാരോലിൻ ഹെലന്റെ ഡെഡ് ബോഡി അടക്കം ചെയ്തതിനു ശേഷം ഈ ലോകത്ത് ഈ വൈറസ് അഫക്റ്റ് ചെയ്യാത്ത 11 ആൾക്കാർ കൂടി ഉണ്ടല്ലോ, കാരോലിനെ കൂടാതെ 10 ആൾക്കാർ കൂടി ഉണ്ട്. അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ അവരെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യും. ആരോട്? നമ്മുടെ സോസിയ അല്ലെങ്കിൽ പൈറേറ്റ് ലേഡിയോട് പറയും. അവരതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും. അപ്പോൾ ആദ്യം വരുന്നത് ഇംഗ്ലീഷ് ഭാഷ, അതായത് ഭാഷ ഒരു പ്രശ്നമാണല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേണമെന്ന് പറയും. അപ്പോൾ ആദ്യത്തെ 5 ആൾക്കാർ വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ അവരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, മനസ്സിലായി? ഈ കരോലിന് മാത്രമേ ഉള്ളൂ ഈ ലോകം എന്തുകൊണ്ട് ഇങ്ങനെ, ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ എന്തുകൊണ്ട് മാറി,